സഞ്ജു, ഇൻഡസ്ട്രിയിൽ നിന്ന് എന്താണ് ഏറ്റവും ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തത്? ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അംഗീകരിക്കാൻ ഉള്ളൊരു ഒരു പ്രയാസമുണ്ട്. അപ്പം നമ്മളെ ഇപ്പം ഒരു പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി ഉണ്ട് ഇവിടെ. ആ ഒരു വലിയൊരു പ്രോബ്ലമാണത്. പിന്നെ അതേപോലെ നമ്മളെ ഒരാളെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് റിജക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ആദ്യം ചില കാര്യങ്ങൾ. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ല സാധനങ്ങൾ കണ്ടു, എന്തൊക്കെ അവോയ്ഡ് ചെയ്യാമെന്ന് നമ്മൾ നോക്കും ആദ്യം. അത് വേണ്ട, കാരണം ചോയ്സ് ഉണ്ടല്ലോ, ചോയ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നല്ല സാധനം കൂടെ നമ്മൾ അതിനെയും ഹാൻഡിൽ ചെയ്യണം. സോ ബെറ്റർ നമ്മൾ എൻ്റെ ചെറിയ ലോകത്ത് തന്നെ. അപ്പം അങ്ങനെ നമ്മൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ സിനിമ ചെയ്തു, എൻ്റെ സിനിമ വിജയിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം വലിയൊരു ബൂസ്റ്റ് ഇപ്പം നീക്കോ ഞാച്ച എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായ സിനിമയാണ്. ഫസ്റ്റ് മൂവി. ആ സമയത്ത് നന്നായി അഭിനയിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ഒരു തുടക്കക്കാരൻ എന്ന നിലയ്ക്ക് എന്നെ ഒരുപാട് പേര് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനായിട്ട് വിലയിരുത്തുന്നതല്ല, മറ്റുള്ളവർ പറഞ്ഞ ഒരു ജഡ്ജ്മെൻ്റാണ് അല്ലെങ്കിൽ വേർഡിക്റ്റാണ്. അതിൽ ഞാൻ വിശ്വസിച്ച് ഞാൻ ധൈര്യത്തോടെ മുമ്പോട്ട് പോകുന്നു. 1983 ചെയ്തപ്പോഴും ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ എനിക്ക് പക്ഷേ സിനിമകൾ വരുന്നില്ല. അതൊരു പക്ഷേ ഞാൻ ചോദിച്ചു പോകാത്തതുകൊണ്ടായിരിക്കാം. ഒരുപാട് അറിയില്ല അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ ഒരു ഗ്രാമർ എനിക്കറിയില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ വിചാരിക്കുന്ന ഒരു കോർപ്പറേറ്റ് ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൈ റിസൾട്ട്സ് ആർ ദെയർ. അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്തിട്ടാണ്? അപ്പോൾ നമ്മുടെ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ഈഗോയോ കാര്യങ്ങളോ ഉണ്ടാവില്ലേ? ഇപ്പം നമ്മുടെ പഴയ സ്വഭാവം ഉണ്ടല്ലോ ചില മനുഷ്യരുടെ, ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നല്ലത് വരട്ടെ, ഞാനായിട്ട് എന്തിനാ അപ്പോൾ ചോദിക്കുന്നത് മോശമല്ലേ? ഒരാളോട് ചോദിച്ച് അവരെ ശല്യപ്പെടുത്തുന്നത് മോശമല്ലേ? ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു ഡയറക്ടറോട് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് ഇറിറ്റേഷൻ ആയിരിക്കും. ഞാൻ ഈ ഡിസ്റ്റൻസിൽ ഒരു എൻറ്റയർ ഡേ സത്യനന്ദി കണ്ടപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിട്ടില്ല. ഞാൻ സിനിമ വരുന്നതിന് മുമ്പാണ്. എൻ്റെ വൈഫിന് ഒരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു രാജാ സാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് രാജാ സാറിൻ്റെ സ്റ്റുഡിയോയുടെ പുറത്ത് ആ കൺസോൾ നമ്മൾ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ എത്ര അടുത്തിരിക്കുക. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. ബിക്കോസ് എല്ലാവരും അദ്ദേഹത്തോട് ഇതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഹൗ ഡിഫറെൻ്റ് ആയി. ശ്യാം സാറ്, ഞാൻ ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ ശ്യാം പ്രസാദ് സാർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഡയറക്ടറാണ്. ഞാൻ ഒരേ കടൽ എന്നൊക്കെ പറഞ്ഞ സിനിമ എനിക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പുറകെ ഞാൻ നടന്നിട്ടുണ്ട്. പുള്ളി മോർണിംഗ് വാക്കിന് പോകുന്ന എൻ്റെ വീടിന് മുമ്പിൽ കൂടെ ഞാനിപ്പം ഡോർ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ശ്യാം സാർ ഞാൻ നടന്നു പോകുന്നു. അപ്പോൾ പുള്ളി അന്നൊരു റീബാനൊക്കെ വെച്ചിട്ട് ടീഷർട്ടൊക്കെ ഇട്ട് നടന്നു. പുള്ളി പോകുന്ന ചാടി ഇറങ്ങി പുറകെ പോകും. പക്ഷേ എനിക്ക് ചോദിക്കാൻ ധൈര്യം വന്നിട്ടില്ല. ഒരിക്കൽ എന്നിട്ട് ഫോൺ ചെയ്ത് ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എൻ്റെ ഓരോരോ എഫേർട്ടായിരുന്നു. നമ്മൾ ആ എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കണം. സിനിമയിൽ വന്നിട്ട് എനിക്ക് ഇതുകൊണ്ട് നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ കാലം പോകുന്തോറും നമ്മൾ നന്നാവുകയും, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെ നന്നാവണം, എന്തൊക്കെ ചെയ്യണം, അപ്പോൾ കിട്ടുന്ന ഒരു സിനിമ കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ എന്താണ് സഞ്ജുവിൻ്റെ ഫോക്കസ്? എന്ത് തരത്തിലുള്ള സിനിമയാണ് പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നത്? ആർ യു ലുക്കിംഗ് അറ്റ് ദ ലെങ്ത് ഓഫ് ദ ക്യാരക്ടേഴ്സ്? എന്താണ് ഇപ്പോഴത്തെ പ്രയോറിറ്റി വെൻ ഇറ്റ് കംസ് ടു മൂവീസ്? കാരണം പലപ്പോഴും വലിയ ഒരു ബാനർ ആയിരിക്കും, വലിയൊരു സെറ്റപ്പ് ആയിരിക്കും, ദ റോൾ ദാറ്റ് മൈറ്റ് നോട്ട് ബി എ വെരി ലോങ് വൺ. വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി റൈറ്റ് നൗ? ഞാൻ ഈ പറയുന്നൊരു ആ ഡയറക്ടർ ആരാണ്, അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് എന്താണ്, അല്ലെങ്കിൽ അത് ഏത് പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നുള്ള ഒരു ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്, ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ എത്രത്തോളം കാമ്പുണ്ടെന്ന്, ആ സിനിമയ്ക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എന്നോട് പറയുന്ന കഥാപാത്രങ്ങളാണെങ്കിലും അതിലെന്താണുള്ളത് എന്നുള്ള, അതിൻ്റെ വലിപ്പമൊന്നുമല്ല. ചിലപ്പോൾ ഒരുപാട് ഡ്യൂറേഷൻ വേണമെന്നില്ല, ചിലപ്പോൾ ഡ്യൂറേഷൻ കുറവായിരിക്കാം. പക്ഷേ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് പെർഫോം ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു എഫേർട്ട് എടുക്കാനും മാത്രം അതിനകത്ത് ഉണ്ടായിരിക്കണം. എന്ത് ബെനിഫിറ്റാണ് നിങ്ങൾ എന്തുകൊണ്ട് ആ സിനിമ ചെയ്തു നാളെ എന്നോട് ഒരാൾ ചോദിച്ചാൽ എനിക്ക് കൃത്യമായി പറയാനൊരു കാരണം ഉണ്ടായിരിക്കണം. ഒന്നെങ്കിൽ ഇത്രയും എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്ന പോലത്തെ ഒരു പൈസ വന്നു എന്നുള്ളത്. അങ്ങനത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇന്നുവരെ പൈസയ്ക്ക് വേണ്ടി ഞാനൊരു സിനിമ ചെയ്തിട്ടില്ല. ഞാൻ എപ്പോഴും എനിക്ക് കരിയർ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന, ഈ സിനിമ കണ്ടിട്ട് എനിക്ക് നാളെ 2 സിനിമ വരണം, അല്ലെങ്കിൽ നാളെ ഒരു സിനിമ എനിക്ക് സംഭവിക്കണം. 1983 ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലതായിരുന്നു. അത് നാളെ എനിക്ക് ഇതിൽ നിന്ന് എന്തുണ്ടാവും. പിന്നെ നമ്മൾ ഒരു ഡെസ്പറേഷൻ എന്നൊക്കെ പറയുന്ന സാധനമുണ്ട്. നമുക്കൊരു ഡെസ്പറേറ്റ് ആയിരിക്കണം, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കണം, പെയിൻ ഉണ്ടായിരിക്കണം. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ട് കിട്ടാത്തൊരു സംഭവം കിട്ടുമ്പോൾ ഉള്ളൊരു വാല്യൂ ഉണ്ടല്ലോ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ വലിയ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും ഞാൻ അതുപോലെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാറുണ്ട്. ഞാൻ അതിൻ്റെ ഡയറക്ടേഴ്സിനോട് അതുപോലെ സംസാരിക്കണം. അവർ ചെറിയ കഥാപാത്രമായിരിക്കും, പക്ഷേ ഞാൻ ഡയറക്ടറിൽ നിന്ന് കൂടുതൽ കേൾക്കാൻ ശ്രമിക്കാറുണ്ട് അതിനെ പറ്റിയിട്ട്. അപ്പോൾ അതെന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം
ഉദാഹരണം ഇപ്പം പാച്ചു അത്ഭുതങ്ങളൊക്കെ എന്ന് പറയുന്ന സിനിമയിലൊക്കെ പോയിട്ട് എനിക്ക് 2 സീനേ ഉള്ളൂ. പക്ഷേ എനിക്കത് എനിക്കത് അങ്ങനത്തെ ഒരു കഥാപാത്രം എനിക്ക് ചെയ്യണമായിരുന്നു. എനിക്ക് ആഗ്രഹമായിരുന്നു എനിക്കതുപോലത്തെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എനിക്കതിനകത്ത് എനിക്ക് വേറെ ഓപ്ഷനില്ല. അയ്യോ ഇത് ഞാൻ എങ്ങനെ ചെയ്യും, അതങ്ങനെ ചെയ്യും, അയ്യോ എനിക്കത് ചെയ്താൽ ശരിയാവുമോ എന്ന് തിങ്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്കില്ല. എനിക്ക് നീക്കോ ഞാച്ച ചെയ്യുമ്പോഴും എനിക്ക് ഭയം എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു. കാരണം എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് സിനിമയിലേക്കാണ് വരേണ്ടത്. എന്നിട്ട് ഞാൻ സിനിമയിൽ വന്നിട്ട് എനിക്ക് പേടിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.